മക്കളെ നമ്മള് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു? നമ്മൾ കുറെ ബോണ്ടിങ് ഒക്കെ പഠിച്ചു അല്ലെ? കോവാലന്റ് ബോണ്ടിങ് പഠിച്ചു. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത് അതിനകത്ത് സിംഗിൾ ബോണ്ടും പഠിച്ചു, മൾട്ടിപ്പിൾ ബോണ്ടും പഠിച്ചു അല്ലെ? സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ആയിട്ട് പഠിച്ചു അല്ലെ? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സും പഠിച്ചു. ആൽക്കൈൻസ് പഠിച്ചു, ആൽക്കീൻസ് പഠിച്ചു, ആൽക്കൈൻസ് പഠിച്ചു അല്ലെ? ANE ആൽക്കീൻസ്, ENE ആൽക്കീന്, YNE ആൽക്കൈൻസ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വന്നത്. അതിന്റെ ഇടയിൽ നമ്മള് കാർബണിന്റെ അലോട്രോപ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ പോയി അല്ലെ? നമ്മൾ കുറെ കോവാലന്റ് ബോണ്ടിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മള് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കുകയാണ്. കാർബണിന്റെ നമ്മള് സൈക്ലിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ പഠിച്ചു അല്ലെ? ബെൻസീൻ റിംഗ് ഒക്കെ പഠിച്ചു അല്ലെ? ബെൻസീൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിച്ചു അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബെൻസീൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? സോ അത്രയും കാര്യങ്ങളാണ് നമ്മള് കാർബണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് കാർബണിന്റെ കോമ്പൗണ്ട്സിന് നമ്മൾ എങ്ങനെയാ പേരിടുന്നേന്ന്. മനസ്സിലായോ? നമ്മള് എങ്ങനെയാണ് ഓരോരുത്തർക്കും നമ്മൾ ഓരോ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് അല്ലെ? നമ്മള് മീഥെയിൻ, ഇഥെയിൻ, പ്രൊപ്പെയിൻ എന്നൊക്കെ പഠിച്ച പോലെ നമ്മൾ ഓരോരുത്തർക്കും വേറെയും കുറെ ആൾക്കാരൊക്കെ കാർബണിന്റെ അകത്ത്, ഇപ്പൊ നമ്മൾ ഹൈഡ്രജനും കാർബണും മാത്രമല്ല ഹൈഡ്രോ കാർബൺസിന്റെ കേസാ പറഞ്ഞത്. ഇനി അതിനകത്ത് ക്ലോറിനും ആൽക്കഹോളും ആസിഡൊക്കെ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ വേറെ ബ്രോമിനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പുതുതായിട്ട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് അവരുടെ പേര് വിളിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് carbon also forms bonds with other elements such as halogens, oxygen, nitrogen and sulfur. അപ്പം കാർബണും ഹൈഡ്രജനുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കാർബൺ വേറെ ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ വെറും ഹൈഡ്രജൻ മാത്രം കണ്ടാൽ മതിയോ? ഇല്ല, കാർബണ് വേറെ ആൾക്കാരുമായിട്ടൊക്കെ എന്തുണ്ട്? ബോണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആൻഡ് ഇൻ എ ഹൈഡ്രോകാർബൺ ചെയിൻ വൺ ഓർ മോർ ഹൈഡ്രജൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദീസ് എലമെന്റ്സ്. അപ്പം എപ്പോഴും ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും, ഹൈഡ്രജനും കാർബണും ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. അതിനകത്തേക്കായിരിക്കും ആര് വരുന്നുണ്ടാവുക? ക്ലോറിനോ ബ്രോമിനോ ഒക്കെ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആസിഡോ ആൽക്കഹോളോ അങ്ങനെ ആൽഡിഹൈഡോ ആരെങ്കിലും ഒക്കെ വരും അല്ലെ? ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവോ? ഒന്ന് കാർബണോ ഹൈഡ്രജനോ ഉള്ള സ്ഥലമായിരിക്കും, അവിടേക്ക് പുതിയ ആൾക്കാർ വരികയാണ് ചെയ്യുക. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജനോട് പറയും, നീ മാറി നിൽക്ക്, ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജനെ മാറ്റിയിട്ടാണ്, അതായത് ഹൈഡ്രജനും കാർബണും ഉള്ള സ്ഥലത്തുനിന്ന് ഇപ്പൊ CH3 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ CH4 എന്ന് പറയുന്ന ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വരും, ക്ലോറിനോ ആൽക്കഹോളോ ഒക്കെ വരും. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരുന്നത്? ആ ഒരു റിയാക്ഷൻ വരുന്നത്. And it can be replaced by these elements such that the valency of carbons remains satisfied. അപ്പൊ തോന്നിയ പോലെ ആൾക്കാർ വരില്ലേ അല്ലെ? ഇപ്പൊ കാർബൺ 4 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുക അല്ലെ? അപ്പൊ 4 വാലൻസി, ടെട്രാ വാലൻസി ആണല്ലേ കാർബണിനുള്ളത്. അപ്പം പെട്ടെന്ന് ഒരാൾ കയറി 5ാമതൊരു വാലൻസി കൊടുക്കുകയല്ല ചെയ്യാട്ടോ. അപ്പൊ 4 സിംഗിൾ ബോണ്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ പൊതുവെ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞുതരാണ്. അപ്പൊ സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും ഒരു ബോണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ടാവില്ലേ? ഇവിടെ ഒരാള് ഹൈഡ്രജൻ ഉണ്ടാവും, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ പുതിയൊരാൾ വന്നിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യല്ല ചെയ്യുക. പുതിയൊരു ബോണ്ട് അങ്ങനെ 5 വാലൻസി ഉള്ളത് 4 വാലൻസി 5 ആക്കി മാറ്റിയല്ല ചെയ്യുക. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രജനോട് പറയും, നീ മാറി നിൽക്കുക, ഞാനിവിടെ നിന്നോളാം, ഞാനിവിടെ. അങ്ങനെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ബാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ആര് വരുന്നത്? കാർബൺ വരുന്നുണ്ടാവുക. ഓക്കെ, കാർബൺ അല്ല വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ ഇൻ എ ഹൈഡ്രോകാർബൺ ചെയിൻ these elements that the valency of the carbon remains satisfied. In such compounds, the elements replacing hydrogen is referred to as heteroatom. അപ്പം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരാള് വരുന്നില്ലേ? അവരെ നമ്മൾ വിളിക്കുക ഹെറ്ററോ ആറ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? ഹെറ്ററോ ആറ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഹെറ്ററോ ആറ്റത്തിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഹെറ്ററോ ആറ്റം, ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെ കയറി ഇരിക്കാൻ പോകുന്ന കുറച്ച് ഹെറ്ററോ ആറ്റത്തിനെയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ആളെ കണ്ടോ നിങ്ങള്?
ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആണ്. Br എന്ന് പറഞ്ഞ ആരാ? ബ്രോമിൻ ആണ്. Cl എന്ന് പറഞ്ഞ ആരാ? ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. Cl, Br. അപ്പം ക്ലോറിനും ബ്രോമിനും ഒക്കെ നിങ്ങൾ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടില്ലേ? അവര് ഹാലജൻസ് ആണ് കേട്ടോ. ഹാലജൻസ് എന്നാണ് വിളിക്കുക. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. ഹാലജൻ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്, ഹാലജൻസ് ആണ്. സോ ഹാലജൻസ് ആയതുകൊണ്ട് തന്നെ ഹാലോ എന്നാണ് അവരുടെ പേരിൽ നമ്മൾ പറയാ. ഹാലജൻസ് ആയതുകൊണ്ട് തന്നെ അവരെ ഹാലോ എന്ന് പറയണം. അതായത് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ നമ്മള് ക്ലോറോ, ബ്രോമിൻ വന്നു കഴിഞ്ഞാല് ബ്രോമോ. ഓക്കെ, അപ്പം ഹാലോ എന്നാണ് നമ്മള് ആ പ്രൊനൗൺസിയേഷൻ വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ഹെറ്ററോ ആറ്റമായിട്ട് ക്ലോറിനോ ബ്രോമിനോ വരികയാണെങ്കിൽ നമ്മള് ക്ലോറോ, ബ്രോമോ ഇങ്ങനെ വേണം നമ്മള് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹെറ്ററോ ആറ്റമായിട്ട് ക്ലോറിനോ ബ്രോമിനോ വരികയാണെങ്കിൽ നമ്മള് ഹാലജൻസ് ആണ് അവര്. അപ്പൊ നമ്മള് ക്ലോറോ, ബ്രോമോ എന്ന് പറഞ്ഞിട്ട് വേണം പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ബ്രോമോന്റെ പേര് പറയാ, എന്നിട്ട് ആൽക്കെയിന്റെ പേര് പറയാം. ഓക്കെ, ക്ലോറോ, ബ്രോമോ, ആൽക്കെയിൻ. ലൈക്ക് ഇപ്പം ക്ലോറോ പ്രൊപ്പെയിൻ, പ്രൊപ്പെയിന്റെ മുകളിലാണ് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പ്രൊപ്പെയിൻ ആണ് ഇത്. CH3, CH2, CH3. ഇത് പ്രൊപ്പെയിൻ അല്ലേ? പ്രൊപ്പെയിൻ അല്ലേ? ഈ പ്രൊപ്പെയിന്റെ ഇവിടെ ഈ ഹൈഡ്രജനെ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് വരയ്ക്കാം അല്ലെ. ഞാനിത് പ്രൊപ്പെയിൻ വരയ്ക്കാണ്. പ്രൊപ്പെയിനില് 3 കാർബൺ ഉണ്ടാവും. ഓരോ കാർബണിനും ഓരോ ഹൈഡ്രജൻ കൊടുക്കുക. 3 ഹൈഡ്രജൻ വെച്ചിട്ട് നമ്മൾ ടെട്രാ വാലൻസി ഓഫ് കാർബൺ കംപ്ലീറ്റ് ചെയ്യുക. ടെട്രാ വാലൻസി കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഈ കാർബണിന് 4ആയി, ഈ കാർബണിന് 4ആയി. ഇനി ഈ കാർബണ് 2 ഹൈഡ്രജനും കൂടെ കൊടുത്തു കഴിഞ്ഞാല് ടെട്രാ വാലൻസി കംപ്ലീറ്റ് ആയി. ഇതിനെ തന്നെയാണ് ഞാൻ നേരത്തെ എഴുതിയ CH3, CH2, CH3 അല്ലെ. ഇത് CH3, ഇത് CH2, ഇത് CH3. സോ അങ്ങനെയാണ് വരുന്നത്. ഇത് ആരാടാ? പ്രൊപ്പെയിൻ അല്ലേ. ഇവരുടെ പേരാണ് പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹൈഡ്രജൻ മാറിയിട്ട്, ഹൈഡ്രജനോട് പറയുന്നു അങ്ങോട്ട് മാറിക്ക്, ഞാൻ നിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലോറിൻ വരിക എന്ന് വിചാരിച്ചോ. ക്ലോറിൻ വരിക എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഇവരെ ഇങ്ങനെ വിളിക്കുക. ഇത് പ്രൊപ്പെയിൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി ഇവര് പ്രൊപ്പെയിൻ ആണോ? അല്ല അല്ലെ. ഹൈഡ്രജൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവരെ പ്രൊപ്പെയിൻ എന്ന് വിളിക്കായിരുന്നു. പക്ഷെ ഹൈഡ്രജൻ മാറി ഇപ്പൊ ക്ലോറിൻ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രൊപ്പെയിൻ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ വിളിക്കും ഹാലോ ആൽക്കെയിൻ. ഓക്കെ, ഹാലോ ആൽക്കെയിൻ ആയിട്ടാണ് വിളിക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്ലോറിൻ അല്ലേ വന്നത്, അപ്പൊ നമ്മൾ എന്താ വിളിക്കുക? ക്ലോറോ പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ ആണ്, പക്ഷെ ഹാലജൻ വന്നു. അപ്പൊ നമ്മൾ വിളിക്കും ക്ലോറോ പ്രൊപ്പെയിൻ. ക്ലോറോ പ്രൊപ്പെയിൻ. മനസ്സിലായോ? അപ്പൊ അതാണ് ക്ലോറോ പ്രൊപ്പെയിൻ. ക്ലോറിന് പകരം ഇവിടെ ബ്രോമിന വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രോമോ പ്രൊപ്പെയിൻ. ബ്രോമോ പ്രൊപ്പെയിൻ. അപ്പൊ നമ്മള് ഹാലോ വെച്ചിട്ടാണ്, ഹാലോ എന്നുള്ള പോലെ ക്ലോറോ, ബ്രോമോ, അയഡോ അങ്ങനെയാണ് നമ്മള് വിളിക്കേണ്ടത് ഹാലജൻസ് വന്നു കഴിഞ്ഞാല്. ഓക്കെ, സോ നമ്മള് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് അപ്പം Cl അല്ലെ. ക്ലോറിൻ വന്നു കഴിഞ്ഞാല് Cl-നാണ് അവിടെ ബോണ്ട് വരിക. ബ്രോമിൻ ആണെങ്കിൽ Br ആണ് അവിടെ വരുന്നുണ്ടാവുക. ഹൈഡ്രജനെ മാറ്റിയിട്ട് അല്ലെ. നമ്മൾ കണ്ടില്ലേ, ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് പ്രൊപ്പെയിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ക്ലോറിൻ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം വരുന്ന ആള് ഓക്സിജൻ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് ഓക്സിജൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മള് ഓക്സിജൻ പല ഫോമിൽ വരാട്ടോ. ആൽക്കഹോൾ ആയിട്ട് വരാം. ഓക്കെ, OH ആയിട്ട്, ദാറ്റ് ഈസ് ആൽക്കഹോൾ ആയിട്ട് വരാൻ പറ്റും ഓക്സിജന്. ആൽക്കഹോൾ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഓൾ എന്ന് പറയണം കേട്ടോ. അപ്പൊ നമ്മള് ഓൾ എന്ന് കൊടുക്കണം. ഓക്കെ, ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ ഓൾ എന്ന് കൊടുക്കും. ആൻഡ് ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ ആൽ എന്ന് കൊടുക്കും. ഓക്കെ, ഞാൻ ചുമ്മാ പറയുന്ന, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ പഠിക്കാം. ആൽക്കഹോൾ ആണെങ്കിൽ ഓൾ എന്ന് കൊടുക്കും, ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽ എന്ന് കൊടുക്കും. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CHO ആണ് ആൽഡിഹൈഡ്. ആൽക്കഹോൾ OH ആണ്. ആൽഡിഹൈഡ് എന്ന് പറയുന്നത് CHO ആണ്. കണ്ടോ നിങ്ങള്, ഒരു C ഉണ്ട്, ഡബിൾ ബോണ്ട് ആയിട്ട് ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്, CHO.
കാർബന്റെ വാലൻസി നോക്കൂ, 4 കംപ്ലീറ്റഡ് ആണല്ലോ. കാർബന്റെ വാലൻസി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള CHO ഗ്രൂപ്പാണ് ഇത്. അപ്പം CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്, നമ്മള് ആൽ എന്ന് കൊടുക്കും. ഓക്കെ, ആൽഡിഹൈഡിന് ആൽ എന്ന് പറഞ്ഞ പേര് പോവാം. കീറ്റോൺ ആണെങ്കിൽ, കീറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO ആണ്. ഇതാ കണ്ടോ, കാർബൺ ഉണ്ട്, ഒരു വാലൻസ് ഇങ്ങോട്ടും ഉണ്ട്, പിന്നെ ഒരു ഡബിൾ ബോണ്ട് O. കീറ്റോൺ ആണെങ്കിൽ നമ്മള് ONE എന്നാ കൊടുക്കുക. കീറ്റോൺ ആണെങ്കിൽ നമ്മള് ONE എന്ന് കൊടുക്കും. കീറ്റോൺ, ഈ ഓൺ ഇല്ലേടാ, ഈ കീറ്റോണ് ആല് ഓള്. ഓക്കെ, കീറ്റോൺ ആണെങ്കിൽ ONE കൊടുക്കും അല്ലെ. ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുക ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. ഓക്കെ, ഓയിക് ആസിഡ് എന്ന് കൊടുക്കണം. അപ്പം ആസിഡ് ആണെന്നുണ്ടെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് COOH. ഓക്കെ, കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ് ആണ് COOH. ആൻഡ് ഇവിടെ നമ്മള് C ഉണ്ട് അല്ലെ, ഇവിടെ 2 ബോണ്ട് കഴിഞ്ഞിട്ട് O ഉണ്ട്, പിന്നെ ഒരു OH ഉണ്ട്. ഈ COOH കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ആൽക്കഹോളാന്നല്ല പറയാം. COOH കണ്ടു കഴിഞ്ഞാൽ അത് ആസിഡ് ആണ്, കാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ, വെറും OH മാത്രമാണെങ്കിൽ ആൽക്കഹോൾ ആണ്. COOH ആണെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. മാറിപ്പോവല്ലേ, നിങ്ങളടുത്ത് OH മാത്രം നോക്കി നിങ്ങൾ ഇത് CH3 ആന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡ് ആണ്. OH എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. CO ഓൺ അല്ലേ, ആൻഡ് COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇപ്പൊ പ്രൊപ്പൈന്റെ മോളാണ് COOH ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുക പ്രൊപ്പനോയിക് ആസിഡ് എന്നാ. പ്രൊപ്പൻ ഈ മാറ്റുക, ഓയിക് ആസിഡ്. നമുക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ homologous series. Carbon atoms can be linked together to form chains of varying length. These chains can be branched also. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കാർബൺ വാരിയിങ് ലെങ്തിലുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് അവരുടെ ചെയിന് ചിലപ്പോൾ ബ്രാഞ്ചഡും ആയിരിക്കാം. ഹൈഡ്രജൻ ആറ്റം or other atoms on these carbon chains can be replaced by any of the functional groups that we saw above. അപ്പം ഹൈഡ്രജനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽക്കഹോളോ കാർബോക്സിലിക് ആസിഡോ ഹാലജൻസോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ കീറ്റോണോ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. Presence of a functional group such as alcohol decides the properties of the carbon compound regardless of the length of the carbon chain. അതായത് ഇപ്പൊ നമ്മള് ഒരു കാർബൺ ചെയിൻ വിരിക്കാന്ന് വിചാരിച്ചോ. കാർബൺ ചെയിൻ ഉണ്ട്, ഞാൻ ഒരു കാർബൺ ചെയിൻ വരയ്ക്കുകയാണ്. CH3 CH2 നിങ്ങൾ ഇങ്ങനെ ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ 20 എത്ര കാർബൺ വരെ പോട്ടോ. CH2 ലാസ്റ്റ് ഇവിടെ ഒരു OH വന്നെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതൊരു ലോങ് കാർബൺ ചെയിൻ അല്ലേ. ആൻഡ് ഞാനൊരു ചെറിയ കാർബൺ ചെയിൻ CH2 OH ഒരു ചെറിയൊരു കാർബൺ ചെയിൻ കൊടുത്തു. അപ്പം വലിയ കാർബൺ ചെയിൻ ആയിക്കോട്ടെ ചെറിയ കാർബൺ ചെയിൻ ആയിക്കോട്ടെ, ഇതിന്റെ ഫീച്ചേഴ്സ് ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? കാർബൺ ചെയിന്റെ വലുപ്പമാണോ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അല്ല, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഈ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവരാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഇതിന്റെ പെക്യുലാരിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് the chemical properties of CH3OH, C2H5OH, C3H7OH, C4H9OH are all very similar. ഇപ്പൊ ഇവർക്ക് എത്ര കാർബൺ, 2 കാർബൺ ആയിക്കോട്ടെ 3 കാർബൺ ആയിക്കോട്ടെ 4 കാർബൺ ആയിക്കോട്ടെ 10 കാർബൺ ആയിക്കോട്ടെ, ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ സിമിലർ ആണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരിലൊക്കെ ആരാ ഉള്ളത്? OH തന്നെയാണ് അല്ലെ വരുന്നത്, ആൽക്കഹോൾ തന്നെയാണ് വരുന്നത്. സോ ഇവരുടെ ഒരു നാച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനകത്ത് എത്ര കാർബൺ ഉണ്ട് എന്നുള്ളതല്ല, അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇവരുടെ ഫീച്ചേഴ്സ് ഒക്കെ. ഓക്കെ,
And series of compounds in which the same functional group substitute for hydrogen in a carbon chain is called a homologous series. അപ്പം എന്താ homologous series എന്ന് പറഞ്ഞു കഴിഞ്ഞാല് series of compounds in which the same functional group, ഒരേ functional group തന്നെയാണ് ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ homologous series എന്നാണ് വിളിക്കുക. And if we look, വേറൊരു കാര്യം പറയാം, if we look at the formula of successive compounds, ഇപ്പം CH4 and C2H6. CH ഫോം ഉണ്ട്, C2H6 ഉണ്ട്. ഓക്കെ, CH ഫോം ഉണ്ട്, C2H6 ഉണ്ട്. CH ഫോം ഉണ്ട്, C2H6 ഉണ്ട് അല്ലെ. CH ഫോറിനകത്ത് എത്ര കാർബൺ ആണുള്ളത്? CH4നകത്ത് എത്ര കാർബൺ ഉള്ള? ഒരു കാർബൺ. ഇവിടെ എത്ര കാർബൺ ആണ്? 2 കാർബൺ. എത്ര ഡിഫറൻസ് വരുന്നത്? C ആണ് അല്ലെ. ഒറ്റ കാർബണിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ ഈ CH4ഉം C2H6ഉം തമ്മില് അല്ലെ. അതുപോലെ തന്നെ CH4ഉം C2H6ഉം തമ്മില് ഇതിൽ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ 6 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഹൈഡ്രജന്റെ ഡിഫറൻസ് ഉള്ളത്? 2 ഹൈഡ്രജൻ. അപ്പൊ ഒരു CH2 ഡിഫറൻസേ ഉള്ളൂ അല്ലെ ഇവർ തമ്മില്. CH4ഉം C2H6ഉം തമ്മില് എന്തേ ഉള്ളൂ? ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ജനറൽ ഫോർമുലയാണ്. ഇവരൊക്കെ ആൽക്കെയിൻ അല്ലേടാ. ഇതിന്റെ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന് അറിയൂടാ? ആൽക്കെയിൻസ് ഇല്ലേ, ആൽക്കെയിൻസിൻ്റെത് CnH2n +2 ആണ്. CnH2n +2. അപ്പം CnH2n +2 എന്ന് പറയുന്നതാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ആൻഡ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. സിക്ക് 1 കൊടുത്തു, ഒരു N എന്ന് പറഞ്ഞാൽ 1 2 3 4 വരും കേട്ടോ, 1 2 3 വരും കേട്ടോ. അപ്പം സിക്ക് 1 കൊടുത്തു, സി എന്ന് പറയുന്ന N-ന് 1 ആന്ന് കൊടുത്തു. അപ്പം 2n, Hന്റെ സഫിക്സിൽ Hന്റെ നമ്പർ എത്രയാണെന്ന് അറിയാം വരാ? 2 × N. N എത്രയാ? 1. 2 × 1 + 2 എത്രയാ? 2 × 1 2 + 2 4. അപ്പം CH4 ആണ് ഫസ്റ്റത്തെ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ആൽക്കെയിൻ എങ്ങനെയാ വരിക? N-ന് 2 കൊടുക്കണം അല്ലെ. ഇത് ഏതാ? ഇത് മീതെയിൻ ആണ് അല്ലെ, മീതെയിൻ. ഫസ്റ്റ് ആൽക്കെയിൻ ആയിട്ടുള്ള മീതെയിൻ ആണ്. ഇനി രണ്ടാമത്തെ ആൽക്കെയിൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ഏതാ? മീതെയിൻ, ഈതെയിൻ അല്ലേ. ഈതെയിൻ ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക് നിങ്ങൾ. CnH2n +2 എന്ന് പറയുന്ന ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. എന്താ? N-ന് എത്ര കൊടുക്കുന്നത്? 2 കൊടുക്കുക. C2H. ഹൈഡ്രജൻ എത്ര ഉണ്ടാ? 2n + 2 എത്രയാ? 2 × 2 4 + 2 6. C2H6 അല്ലെ. അതാണ് എന്ത്? ഈതെയിൻ അല്ലെ, ഈതെയിൻ. ഇനി നെക്സ്റ്റ് പ്രൊപ്പെയിൻ നോക്കാം. C എത്രയാ? N-ന് 3 കൊടുക്കണം അല്ലെ, 3 കാർബൺ ഉള്ളതാ പ്രൊപ്പെയിൻ. അപ്പം 3 കൊടുക്കുക. C3 H എത്ര എണ്ണം വരും? C3H 3 × 2 6 + 2 8. C3H8 അല്ലെ. C3H8 ആണ് എന്ത്? പ്രൊപ്പെയിൻ. ഓക്കെ. ഇനി ബ്യൂട്ടൈൻ, 4 കാർബൺ ഉള്ളതാണ് ബ്യൂട്ടൈൻ അല്ലെ. അപ്പൊ N എത്രയാ? 4. ഇനി H എത്രയാ? C4. 4 കാർബണിലാണ് ബ്യൂട്ടൈൻ. H എന്ന് പറയുന്നത് N-ന് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. N-ന് 4 കൊടുക്കണം. 2 × 4 8 + 2 10. അപ്പം H8 ആണ് എന്തെന്ന് പറയുന്നത്? ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. അപ്പം ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുലയാണ് എന്ത്? ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുലയാണ് CnH2n +2. ഓക്കെ, ഇതാണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. ഓക്കെ, ആൽക്കെയിൻ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ആൽക്കീൻസ് പഠിക്കണം. ഓക്കെ, ആൽക്കീൻസ് പഠിക്കണം. ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല പഠിക്കണം.
ആൽക്കീൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്സ് ആണ് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഈത്തീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, പെന്റീൻ അല്ലെ. അപ്പം ആൽക്കീൻ്റെത് CnH2n ആണ് ആൽക്കീന്റെ ഫോർമുല. ആൽക്കീന്റെ ഫോർമുല എന്താ? ആൽക്കീൻസ് എങ്ങനെ ഉണ്ടാവുക? CnH2n. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ CnH2n ആണ്. നോക്കാം നമുക്ക്. എന്നിന്റെ വാല്യൂ നമ്മള് 2 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്ന. ഓക്കെ, CH2 എന്ന് പറയും. എന്നിന് 1 കൊടുത്തു നോക്ക് നിങ്ങള്. എന്നിന് 1 കൊടുത്ത എന്താ വരിക? C1 വരും, H2 വരും അല്ലെ. 2 × 1 2. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടോ? കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം? 4 ഹൈഡ്രജൻ വേണം അല്ലെ. 1 കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടുള്ളൂ. അങ്ങനെ ഒരു കോമ്പൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് അങ്ങനെ ഒരു കോമ്പൗണ്ട് എഴുതാൻ പറ്റില്ല. സോ എന്നിന്റെ വില നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽക്കീൻസിന് സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ലാണ്. അപ്പം C2 കൊടുത്ത് ഈത്തീനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. C2 കൊടുത്ത് H2 × 2 4 C2H4 എന്ന് പറയുന്നതാണ് ഈത്തീൻ അല്ലെ. ഈത്തീൻ ആണത്. ആൻഡ് എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാല് C3 3 × 2 6 C3H6 ആണ് പ്രൊപ്പീൻ എന്ന് പറയുന്നത് അല്ലെ. പ്രൊപ്പീൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഈത്തീൻ ആൽക്കീനിന്റെ എന്ത് വരുന്നത്? ജനറൽ ഫോർമുല. അപ്പം ആൽക്കൈനിന്റെ വരുന്നത് CnH2n+2, ആൽക്കീന്റെ വരുന്നത് CnH2n. ഇനി നമുക്ക് ആൽക്കൈൻ YnE കൈനിൻ്റെത് ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല നോക്കണം. ഓക്കെ, ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ് നോക്കണം. ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ് എന്ന് പറയുന്നത് CnH2n-2 ആണ് കേട്ടോ. CnH2n-2 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൻ എന്ന് പറയുന്നത് ഈത്തൈൻ ആണ് കേട്ടോ. അപ്പം CnH2n-2. ഓക്കെ, CnH2n-2 ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ നോക്കാം? ഫസ്റ്റത്തത് നമ്മൾ 2 കൊടുക്കും അല്ലെ. ഏറ്റവും ചെറുത് ഏതാ? ഈത്തൈൻ ആണ് അല്ലെ. C2H2 ആണ്. അപ്പം C2H2n-2 എന്ന് പറയുമ്പോൾ ഏതാ വരിക? 2 × 2 4 -2 2. അപ്പം C2H2 എന്ന് പറയുന്നത് ഈത്തൈൻ ആണ്. ഈത്തൈൻ ആണ്. ഇനി എന്നിന് 3 കൊടുത്താല് C3H 2 × 3 6 -2 4 C3H4 വരും അല്ലെ. അതേതാണ്? പ്രൊപ്പൈൻ ആണ് അല്ലെ. സോ അങ്ങനെയാണ് എന്ത് വരുന്നത്? CnH2n-2 ആണ് പ്രൊപ്പൈന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഐ മീൻ ആൽക്കൈന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് ജനറൽ ഫോർമുലാസ് ആണ്. അതിനകത്ത് ആൽക്കൈൻസിൻ്റെത് എന്തായിരുന്നു? നിങ്ങൾ ഇത് ബോക്സിൽ ആക്കി പഠിക്കണം കേട്ടോ. CnH2n+2 ആണ്. ആൽക്കീൻസിന്റെ എന്തായിരുന്നു? CnH2n ആയിരുന്നു. ആൻഡ് ഫൈനലി ആൽക്കൈൻസിൻ്റെത് CnH2n-2 ആയിരുന്നു അല്ലെ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറയുന്നത് CnH2n+2, ആൽക്കീൻസ് എന്ന് പറയുന്നത് CnH2n ആൻഡ് ആൽക്കൈൻസ് എന്ന് പറയുന്നത് CnH2n-2. ഇതാണ് ജനറൽ ഫോർമുല. ഓക്കെ, ക്ലിയർ ആണോ ഇത് ജനറൽ ഫോർമുല? ഓക്കെ, നെക്സ്റ്റ് നമ്മള് പേരിടുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് nomenclature of carbon compounds. nomenclature of carbon compounds. കാർബൺ കോമ്പൗണ്ട്സിന്റെ പേരിടാൻ വേണ്ടി പോവാണ്. Okay, the names of compounds in a homologous series are based on the name of the basic carbon chain modified by a prefix. Prefix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ബിഫോർ അല്ലെ. നമ്മൾ ഒരു സാധനത്തിന് മുന്നേ ചേർക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുക അല്ലെ. ബിഫോർ ഫ്രേസിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഫ്രേസ്. അപ്പം ഒന്നില്ലെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ സഫിക്സ് ആയിട്ട്. ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ദി നാച്ചർ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നാച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സഫിക്സോ പ്രിഫിക്സോ നമ്മൾ ആഡ് ചെയ്യണം. നെയിമിംഗ് എ കാർബൺ കോമ്പൗണ്ട് ക്യാൻ ബി ഡൺ ബൈ ദി ഫോളോയിങ് മെത്തേഡ്. എങ്ങനെയാ നെയിമിംഗ് ചെയ്യുന്നത്? ഫസ്റ്റ്
ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമുക്ക് ഈതെയിൻ ആണോ, പ്രൊപ്പെയിൻ ആണോ, ബ്യൂട്ടെയിൻ ആണോ, പെന്റെയിൻ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? എത്ര കാർബൺ ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കണ്ടേ? ഇപ്പൊ 2 കാർബൺ ആണെങ്കിൽ ഈതെയിൻ, 1 കാർബൺ ആണെങ്കിൽ മീതെയിൻ അല്ലെ? മീത്ത്, ഈത്ത്, പ്രപ്പ് അല്ലെ? അതിനനുസരിച്ച് ആൽക്കീൻ ആണോ, ആൽക്കീൻ ആണെങ്കിൽ അങ്ങനെ, ആൽക്കൈൻ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ മീത്ത്, ഈത്ത്, പ്രപ്പ്, ബ്യൂട്ട്, പെന്റ് ആ ഒരു റൂട്ട് വേർഡ് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? എത്ര കാർബൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലെ? ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അകത്ത് എത്ര കാർബൺ ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദി കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടില് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് പ്രസന്റ്, ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട് വിത്ത് എയ്തർ പ്രിഫിക്സ് ഓർ എ സഫിക്സ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ കോമ്പൗണ്ട് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന് വേണ്ടി നന്നായിട്ട് കാർബൺ ആറ്റംസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ടോ സഫിക്സ് ആയിട്ടോ ആഡ് ചെയ്യണം. അത് പ്രിഫിക്സ് ആയിട്ടാണോ സഫിക്സ് ആയിട്ടാണോ ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം name of the functional group is to be given as a suffix. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് സഫിക്സ് ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, and the suffix of the functional group begins with a vowel. അതായത് വവൽ ലെറ്ററിലാണ് അതിന്റെ സഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വവൽ AEIOU എന്ന് പറയുന്ന വവലിലാണ് അതിന്റെ സഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നെയിം ഓഫ് ദി കാർബൺ ചെയിൻ ഈസ് മോഡിഫൈഡ് ബൈ ഡിലീറ്റിംഗ് ദ ഫൈനൽ ഇ ആൻഡ് ഏഡിങ് ദി അപ്രോപ്രിയേറ്റ് സഫിക്സ്. നമ്മൾ AEIOUലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇ മാറ്റിയിട്ട് നമ്മൾ ആ സഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. 3 കാർബൺ ചെയിന് നമ്മൾ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള ഒരു 3 കാർബൺ ചെയിൻ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, CO ഗ്രൂപ്പ്, കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് വിചാരിച്ചോ. കീറ്റോൺ അല്ലേ? എങ്ങനെ നെയിം ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ പ്രൊപ്പെയിൻ അല്ലേ? 3 കാർബൺ ഉണ്ടെങ്കിൽ നമ്മള് പ്രൊപ്പെയിൻ ആണ് അല്ലെ? സോ പ്രൊപ്പെയിൻ ആണ് വേണ്ടത്. പ്രൊപ്പെയിൻ ആയിരുന്നു നമ്മൾ ഇടേണ്ടത്. പ്രൊപ്പെയിൻ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കീറ്റോൺ ഉള്ളത് കൊണ്ട് ONE അല്ലേ? കീറ്റോണിന് ONE അല്ലേ? അപ്പൊ അത് വവൽ അല്ലേടാ? കീറ്റോണിന്റെ ONE അല്ലേ? അപ്പൊ നമ്മള് ഈ മാറ്റിയിട്ട് ഈ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മള് എന്ത് ചെയ്യണം? നമ്മൾ ഈ മാറ്റിയിട്ട് നമ്മള് ONE ചേർക്കണം. ഓക്കെ, ONE ചേർക്കണം. അപ്പം പ്രൊപ്പെയിന്റെ അകത്തുനിന്ന് പ്രൊപ്പെയിൻ മൈനസ് ഇ നമ്മൾ കുറച്ചതിന് ശേഷം നമ്മള് ONE ആഡ് ചെയ്യണം. അപ്പൊ പ്രൊപ്പെയിന്റെ അകത്തുനിന്ന് ഇ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മള് പ്രൊപ്പനോൺ എന്ന് വേണം എഴുതാൻ. ഓക്കെ, പ്രൊപ്പനോൺ എന്ന് വേണം എഴുതാൻ. സോ അതാണ് കീറ്റോൺ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പെയിൻ ആണ്. 3 കാർബൺ ചെയിൻ ആയപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താ? നമ്മൾ ആ കാർബണിന് എത്ര കാർബൺ ഉള്ള ചെയിൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ 3 കാർബൺ ആയതുകൊണ്ടാണ് പ്രൊപ്പെയിൻ എഴുതിയത്. പ്രൊപ്പെയിൻ ആണ്. ആൻഡ് കീറ്റോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ONE ചേർക്കണം. ഓക്കെ, അതാണ് പ്രൊപ്പനോൺ എന്നാണ്. അപ്പം 3 കാർബണില് കീറ്റോൺ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് പ്രൊപ്പനോൺ എന്ന് പറയുന്നത്. ഓക്കെ, if the carbon chain is unsaturated, ഒരു unsaturated carbon chain ആണെന്നുണ്ടെങ്കിൽ, then the final ANE in the name of the carbon chain is substituted by ene or ine. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? ആൽക്കീൻ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. മീതെയിൻ, ഈത്തൈൻ എന്നുള്ളത് ഈത്തീൻ ആവും. ഇനി മൾട്ടിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഈത്തൈൻ ആവും അല്ലെ? പ്രൊപ്പൈൻ ആവും. YNE ആണ്. നമ്മള് ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ YNE ചേർക്കണം. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ENE വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിളും പറയുന്നുണ്ട്. 3 കാർബൺ ചെയിൻ വിത്ത് എ ഡബിൾ ബോണ്ട് വുഡ് ബി കോൾഡ് പ്രൊപ്പീൻ അല്ലെ? ENE പ്രൊപ്പൈൻ എന്നല്ല അപ്പൊ വിളിക്കുക. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് പ്രൊപ്പീൻ എന്നാണ് വിളിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് എ ട്രിപ്പിൾ ബോണ്ട് ഇറ്റ് വിൽ ബി കോൾഡ് എന്താ വിളിക്കുക? പ്രൊപ്പൈൻ എന്ന് വേണം നമ്മള് പേര് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് പേര് വിളിക്കുന്നതിനുള്ള നിയമങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേര് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾ എങ്ങനെയാ പേര് കൊടുക്കുക. ഹാലോ ആൽക്കീൻ അല്ലെ? ഫസ്റ്റത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹാലോ ആൽക്കീൻ. ഹാലോ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ആരാ?
ആൽക്കെയിൻസിന്റെ അകത്ത് ആര് വരികയാണ്? ഹാലജൻസ് ആയിട്ടുള്ള ക്ലോറിനോ ബ്രോമിനോ ഒക്കെ വരികയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഹാലോ വെച്ചിട്ടല്ലേ ക്ലോറോ അങ്ങനെയല്ലേ പറയണെന്ന് പറഞ്ഞത്? ക്ലോറോ ബ്രോമോ അങ്ങനെ പറയാനല്ലേ പറഞ്ഞത്? ഹാലോ ആൽക്കെയിൻസ് വന്നു കഴിഞ്ഞാല് അങ്ങനെയാണ് പറയേണ്ടത്. സോ നമുക്ക് ഹാലോ ആൽക്കെയിന്റെ പ്രിഫിക്സ് എന്താ? ക്ലോറോ ബ്രോമോ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൊപ്പെയിൻ ആയിരുന്നു അല്ലെ ഇത് ഓൾറെഡി. ഇത് നേരത്തെ ഇത് എന്തായിരുന്നു? ഒരു പ്രൊപ്പെയിൻ ആയിരുന്നു അല്ലെ. ഇതൊരു പ്രൊപ്പെയിൻ. ഇവിടെ ഹൈഡ്രജൻ ആയിരുന്നു ഉള്ളത്. ആ പ്രൊപ്പൈന്റെ Cl മാറ്റിയിട്ട് അല്ല H മാറ്റിയിട്ട് ആര് വന്നു? ഇവിടെ Cl വന്നു. H മാറ്റിയിട്ട് Cl വന്നു. അപ്പൊ നമ്മള് ക്ലോറോ പ്രൊപ്പെയിൻ ഫസ്റ്റ് ആണ് നമ്മളത്. പിന്നെ ഈ ഹാലജൻസ് വന്നു കഴിഞ്ഞാല് ഈ മാറ്റിയിട്ട് അങ്ങനെയല്ല ചെയ്യാ. നമ്മള് ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് പറയാ. ഓക്കെ, വവൽസ് ആണെങ്കിൽ മാത്രമേ നമ്മള് ഈ മാറ്റിയിട്ട് ONE ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുക ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് വിളിക്കുക. ഇനി ബ്രോമിൻ ആണെന്നുണ്ടെങ്കിൽ ബ്രോമോ. ഈ ക്ലോറിന് പകരം ഇവിടെ ബ്രോമിന വന്നെന്നുണ്ടെങ്കിൽ ഇത് നമ്മള് ബ്രോമോ പ്രൊപ്പെയിൻ എന്നാ വിളിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിന്റെ പേര് കൊടുക്കുന്നത്. ഇനി ഇതാ ബ്രോമിൻ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ബ്രോമിൻ വന്നു കഴിഞ്ഞാല് ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആൽക്കഹോൾ വന്നു കഴിഞ്ഞാല് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രിഫിക്സ് ആ കൊടുക്കുന്നത്. പ്രിഫിക്സ് കൊടുക്കാൻ കാരണം എന്താ? വവൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രിഫിക്സ് കൊടുക്കുന്നു. ഇനി സഫിക്സ് ആയിട്ട് ആൽക്കഹോളിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിന് എന്താ കൊടുക്കേണ്ടത്? ഓൾ ആണ് കൊടുക്കേണ്ടത്. ആൽ അല്ല. ആല് കൊടുക്കുക. ആൽഡിഹൈഡിനാണ് ആല് കൊടുക്കേണ്ടത്. ആൽക്കഹോളിന് നമ്മൾ ഓൾ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ സഫിക്സ് ആയിട്ട് നമ്മൾ ഓൾ കൊടുക്കണം. എന്താ ഇത്? പ്രൊപ്പെയിൻ ആയിരുന്നു. ഇവിടെ ഒരു പ്രൊപ്പെയിന്റെ ഹൈഡ്രജൻ ആയിരുന്നു. ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണ്. ദാറ്റ് ഈസ് അവിടെ ഒരു OH വരികയാണ്. ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള OH വരികയാണ്. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുക പ്രൊപ്പനോൾ എന്നാണ് കേട്ടോ. പ്രൊപ്പനോൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്തിരിക്കുന്നത്? ഈ പ്രൊപ്പെയിൻ എന്താ പ്രൊപ്പനോളിന് എങ്ങനെയാ ഇട്ടത്? പ്രൊപ്പനോളിന് എങ്ങനെയാ കിട്ടിയത്? ഇത് ഒരു പ്രൊപ്പെയിൻ ആയിരുന്നു. ഓൾ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഓള് ചേർത്തു അല്ലെ. ഡിലീറ്റ് ചെയ്തിട്ട് ഓള് ചേർത്തു. അപ്പൊ ഇതിന്റെ പേര് പ്രൊപ്പനോൾ എന്നായി. ക്ലിയർ അല്ലേ? പ്രൊപ്പനോൾ ആയി. OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നപ്പം അതിന്റെ പേര് പ്രൊപ്പനോൾ എന്നായി. ഇനി നെക്സ്റ്റ് ആൽഡിഹൈഡ് വന്നു. OH എന്ന് പറഞ്ഞാൽ OH കേട്ടോ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ആണ്. ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞാല് CHO വന്നു കഴിഞ്ഞാല് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO ആണ്. സഫിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു ആലാണ് ചേർക്കേണ്ടത് അല്ലെ. അപ്പം CHO ഗ്രൂപ്പ് കണ്ടോ നിങ്ങൾ ഇവിടെ? CHO ഗ്രൂപ്പ് കണ്ടോ? അപ്പൊ ഫസ്റ്റ് നമ്മള് കാർബൺ ഐഡന്റിഫൈ ചെയ്യാം. 3 കാർബൺ ആണ്. അപ്പൊ പ്രൊപ്പെയിൻ ആയിരുന്നു അല്ലെ. പ്രൊപ്പെയിൻ ആയിരുന്നു. ഇതിന്റെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ടാണ് അവിടെ എന്ത് CHO ആയത് അല്ലെ. CHO മാറി. അപ്പൊ എന്താണ്? മാറ്റിയിട്ട് ആല് വരും. പ്രൊപ്പനാൽ എന്നാണ് പേര് വരിക. ഓക്കെ, പ്രൊപ്പനാൽ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആൽഡിഹൈഡിന്റെ പേര് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി കീറ്റോൺ വരിക. CO ഗ്രൂപ്പ് വരികയെന്ന് വിചാരിച്ചോ. കീറ്റോണിന്റെ ഓൺ ആണ് അല്ലെ. ഓൾറെഡി പറഞ്ഞ സാധനമാണ്. കീറ്റോണിന്റെ ഓൺ ആണ് CO. അപ്പം ഓൺ ആയതുകൊണ്ട് മാറ്റിയിട്ട് എന്താക്കി? ONE ചേർത്തു. പ്രൊപ്പനോൺ ആയിട്ട് മാറി. പ്രൊപ്പനോൺ. ആൻഡ് കാർബോക്സിലിക് ആസിഡിന് ഓയിക് ആസിഡ് എന്നാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഓയിക് ആസിഡ് എന്നാണ് കൊടുക്കുക. അപ്പം ഇവിടെ കണ്ടോ നിങ്ങള് COOH കണ്ടോ? COOH എന്ന് പറഞ്ഞാൽ COOH ആണ് ഇത്. COOH. ഈ COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബോക്സിലിക് ആസിഡ് ആണ്. നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഓയിക് ആസിഡ് ആണ് ചേർക്കുന്നത്. ഓയിക് ആസിഡ്. അപ്പം പ്രൊപ്പെയിൻ ആയിരുന്നു. പ്രൊപ്പെയിന്റെ വെട്ടിയിട്ട് ഓയിക് ആസിഡ് ചേർത്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ പേര് എന്തായി? പ്രൊപ്പനോയിക് ആസിഡ് ആയിട്ട് മാറി. ഓയിക് ആസിഡ് ചേർത്ത സമയത്ത് ഇതിന്റെ പേര് എന്തായിട്ട് മാറി? പ്രൊപ്പനോയിക് ആസിഡ് ആയിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ. ആൽക്കീൻസ് ആണ്. ആൽക്കീൻസ് ആണെങ്കിൽ എന്നാണ് വരിക. അപ്പം എന്ന് മാറ്റിയിട്ട് പ്രൊപ്പീൻ. ഒരു ആൽക്കിൻ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇതിന്റെ പേര് പ്രൊപ്പീൻ ആയിട്ട് മാറി അല്ലെ. പ്രൊപ്പീൻ ആയിട്ട് മാറി. ആൻഡ് ആൽക്കൈൻസ് YNE ആണ് വരിക. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ആൽക്കൈൻസിന് YNE ആണ് വരിക. പ്രൊപ്പൈൻ ആക്കിയിട്ട് മാറി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് പേര് കൊടുക്കുന്നത്. ക്ലിയർ ആണോ പേര് കൊടുക്കുന്നത്?
ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ പേര് കൊടുക്കുന്നത് എങ്ങനെയാന്ന്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? സോ ഹാലോ ആൽക്കെയിൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രിഫിക്സ് ക്ലോറോ ബ്രോമോ പ്രിഫിക്സ് ആണ് അതിന് വരുന്നത്. ഓക്കെ, ഹാലോ ആൽക്കെയിൻ ആണെങ്കിൽ പ്രിഫിക്സ് ആണ് വരുന്നത്. ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ക്ലോറോ പ്രൊപ്പെയിൻ, ഹൈഡ്രജനെ മാറ്റിയിട്ട് ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് വരും. ആൻഡ് നെക്സ്റ്റ് ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ സഫിക്സ് ആയിട്ടാണ് ഓൾ ചേർക്കുന്നത് അല്ലെ. ഇവിടെ OH ഗ്രൂപ്പ് വന്നു, ഓൾ ചേർക്കണം. ആൽക്കഹോൾ ആണെങ്കിൽ പ്രൊപ്പനോൾ എന്നാവും. 3 കാർബൺ ഉള്ളത് കൊണ്ടാണ് പ്രൊപ്പനോൾ. ഇനിയിപ്പോ 4 കാർബൺ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്താ പറയാ? ബ്യൂട്ടനോൾ എന്ന് പറയും. 5 കാർബൺ ആണെങ്കിൽ പെന്റനോൾ എന്ന് പറയും. 6 ആണെങ്കിൽ എന്താ പറയാ? ഹെക്സനോൾ എന്ന് പറയും അല്ലെ. ഇങ്ങനെയാണ് പേര് കൊടുക്കുന്നത്. ആൽഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ സഫിക്സ് ആയിട്ട് AL വരും. പേരെന്താ? പ്രൊപ്പനാൽ. ആൽഡിഹൈഡിന് AL എന്ന ആൽഡിഹൈഡിന്റെ AL ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊപ്പനാൽ എന്നാണ് പേര് കൊടുക്കുന്നത്. ആൻഡ് കീറ്റോൺ ആണെന്നുണ്ടെങ്കിൽ സഫിക്സ് കീറ്റോണിന്റെ ഈ ONE ആണ് നമ്മൾ സഫിക്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ കീറ്റോണിന്റെ പേര് ഇവിടെ 3 കാർബൺ ഉള്ളത് കൊണ്ട് ഇതിന്റെ പേര് പ്രൊപ്പനോൺ എന്നാണ് അല്ലെ. പ്രൊപ്പനോൺ എന്നാണ്. ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ സഫിക്സ് ആയിട്ട് ഓയിക് ആസിഡ് കൊടുക്കണം. കാർബോക്സിലിക് ആസിഡിന്റെ സഫിക്സ് ആയിട്ട് ഓയിക് ആസിഡ് കൊടുക്കണം. ദാറ്റ് മീൻസ് നമുക്ക് പ്രൊപ്പനോയിക് ആസിഡ് കിട്ടും. 3 കാർബൺ ഉള്ളത് കൊണ്ട് പ്രൊപ്പനോയിക് ആസിഡ് കിട്ടും. ആൻഡ് ആൽക്കീൻസ് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞു ഈനാണ്, പ്രപ്പീൻ കൊടുക്കും. അൽക്കെയിൻ ആകുമ്പോൾ ANE കൊടുക്കും, അൽക്കീൻ ആകുമ്പോൾ ENE കൊടുക്കും, അൽക്കൈൻ ആകുമ്പോൾ YNE കൊടുക്കും അല്ലെ. ആൻഡ് അൽക്കൈൻ ആകുമ്പോൾ YNE കൊടുക്കും, പ്രപ്പൈൻ. അപ്പം നോമൺ ക്ലേച്ചറും ഫങ്ഷണൽ ഗ്രൂപ്പും ആയിരുന്നു നമ്മൾ ഈ സെഷനിൽ കൂടുതലായിട്ടും ഡീൽ ചെയ്തത് അല്ലെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോമൺ ക്ലേച്ചറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആണ്. ഓരോരോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ വാലൻസിയിൽ ഒരു വ്യത്യാസം വരുത്താണ്ട്, അതാണ് ഇമ്പോർട്ടന്റ്. കാർബണിന്റെ പുതിയൊരു സാധനം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. 4 വാലൻസിയ കാർബൺ ഉള്ളതെന്ന് വെച്ചാല് ആ ടെട്രാ വാലൻസിയാണ് കാർബൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരും? പുതിയൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരാന്ന് വിചാരിച്ചോ. ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അതിപ്പോ ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കും? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എങ്ങനെ വിളിക്കും? എന്നൊക്കെയാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ കാർബോക്സിലിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ടുള്ള ആരൊക്കെയായിരുന്നു? കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, ആൽക്കഹോള്, ഹാലോ ആൽക്കീൻസ്, ഇതൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നെയിമിങ് നിങ്ങൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ.